Hi students. Last time we discussed two arithmetic instructions, add and ADI. Add and ADI. Add immediate. Add means add a content of a register or memory location with the accumulator. ADI എന്നാണ് പറയുകയാണെങ്കിലോ an immediate value specified in the instruction is added with the accumulator and result is stored in the accumulator itself. ഇത് രണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചത്. ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനും എ ഡി ഐ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസും. നമുക്ക് അത് കൂടാതെ രണ്ട് ഇൻസ്ട്രക്ഷൻസ് കൂടെ ഉണ്ട്, എ ഡി സി ആൻഡ് എ സി ഐ. എ ഡി സി മീൻസ് add register to the accumulator with carry. This means these instructions add the content of a register or memory location specified in the instructions with the accumulator along with the carry bit. ഒരു carry ഉണ്ടെങ്കിൽ carryയും ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററും അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനോ അതും പ്ലസ് അക്യുമുലേറ്ററും കൂടെ ആഡ് ചെയ്യും. അപ്പം നെറ്റ് എഫക്റ്റ് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? accumulator gives accumulator plus register or memory plus carry flag. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യുന്നത്. എന്തൊക്കെ ആഡ് ചെയ്യുന്നത്? അക്യുമുലേറ്ററിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത് റിസൾട്ട്. അക്യുമുലേറ്ററിലൂടെ എന്തൊക്കെ ആഡ് ചെയ്യുന്നത്? അക്യുമുലേറ്റർ പ്ലസ് രജിസ്റ്റർ ഓർ മെമ്മറി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ പ്ലസ് ക്യാരി. അപ്പോൾ ക്യാരി ബിറ്റ് 0 ആണെങ്കിൽ 0 ആഡ് ചെയ്യും, ക്യാരി ബിറ്റ് 1 ആണെങ്കിൽ 1 ആഡ് ചെയ്യും. അപ്പം ക്യാരി ബിറ്റിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂവും ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനോ അതിൻ്റെ കണ്ടൻറ്റും അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്യും. ആൻഡ് ഫൈനലി റിസൾട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ അക്യുമുലേറ്റർ ഇറ്റ് സെൽഫ്. ദി കണ്ടൻറ്റ് ഓഫ് എൻ ഓപ്പറൻറ്റ് ഓർ രജിസ്റ്റർ and a carry flags are added to the content of the accumulator and result is placed in the accumulator. The content of the operands are not altered, however the previous carry flag is reset. അപ്പം ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു രജിസ്റ്ററിൻ്റെ അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റും ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ്റെ കണ്ടൻറ്റോ പ്ലസ് ക്യാരി ഫ്ലാഗും കൂടെ ആഡ് ചെയ്തിട്ട് അക്യുമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പം ഇവിടെ മോഡിഫൈ ചെയ്യുന്ന ഒരേ ഒരു രജിസ്റ്ററേ ഉള്ളൂ, അക്യുമുലേറ്റർ മാത്രമേ മോഡിഫൈ ഉള്ളൂ. ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററിൻ്റെ വാല്യൂ മോഡിഫൈ ഇല്ല. ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്തു പോകും? റീസെറ്റ് ചെയ്ത് പോകും. ഓൾ ദി ഫ്ലാഗ്സ് ആർ മോഡിഫൈഡ് ടു റിഫ്ലക്ട് ദി റിസൾട്ട് ഓഫ് ദി അഡീഷൻ. അഡീഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഏത് ഫ്ലാഗിന് വേണമെങ്കിലും എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യുന്ന എല്ലാ ഫ്ലാഗിനെയും മോഡിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? എക്സാമ്പിൾ, assume a register pair BC contains 2498 and a register pair D contains 5414. Add this 16-bit. ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16-bit വാല്യൂ ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. ഇത് ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ട് 16-bit വാല്യൂ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം? Suppose 16-bit value ആഡ് ചെയ്യാനായിരിക്കും 10110011. 8-bit അല്ലേ? ഒരു 4-bit ഇപ്പോൾ ഇതൊരു 8-bit, പിന്നെ 1011 010. ഇതൊരു 16-bit. ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുന്നു?
മറ്റൊരു 16 ബിറ്റ് ആഡ് ചെയ്യുന്നു അല്ലേ. അടുത്ത 16 ബിറ്റ് 0 1 1 0 0 1 1 1 1 0 0 1 0 0 0 0 1. സപ്പോസ് ഇതാണ് നമ്മൾ 16 ബിറ്റിൻ്റെ ആയിരിക്കാം റിസൾട്ട് വേണ്ട നിങ്ങൾക്ക്. അപ്പം ഈ 16 ബിറ്റിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് 16 ബിറ്റ് അഡീഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നമുക്കറിയില്ല. നമുക്ക് എന്തേ അറിയുള്ളൂ, ആഡും ADI മാത്രമേ നമുക്കറിയുള്ളൂ. അതിനകത്ത് യൂസ് ചെയ്യുന്ന 16 ബിറ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് അഡീഷൻ പെർഫോം ചെയ്യാൻ അറിയില്ല. എപ്പോഴും നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു ഓപ്പറൻറ്റ് എവിടെ സ്റ്റോർ ചെയ്തിരിക്കണം, അക്യുമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കണം. അപ്പോൾ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 8 ബിറ്റ് രജിസ്റ്റർ. സോ വി കനോട്ട് ആഡ് മോർ ദാൻ 8 ബിറ്റ് അറ്റ് എ ടൈം. അങ്ങനെ പറയുന്നത് അറ്റ് എ ടൈമിൽ നമുക്ക് എത്ര ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, 8 ബിറ്റ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. യു ക്യാൻ ആഡ് മോർ ദാൻ 8 ബിറ്റ് നമ്പർ, ബട്ട് അറ്റ് എ ടൈം യു ക്യാൻ ആഡ് ഓൺലി 8 ബിറ്റ്. അതുകൊണ്ടാണ് 8085 നമുക്ക് എന്ത് പറയുന്നത് 8 ബിറ്റ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്ന് കൂടെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ ഈ വാല്യൂസ് സപ്പോസ് നമ്മൾ വാല്യൂ ഇതിപ്പോൾ 16 ബിറ്റ് അല്ലേ, ആദ്യത്തെ ഇത് ലോവർ ഓർഡർ 8 ബിറ്റ്, ഇത് ഹയർ ഓർഡർ 8 ബിറ്റ്. ഇപ്പോൾ ലോവർ ഓർഡർ 8 ബിറ്റും ഹയർ ഓർഡർ 8 ബിറ്റും നമ്മൾ 2 രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ആ 2 രജിസ്റ്ററിൻ്റെ വാല്യൂസ് അത് 4 രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ 4 രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ ഈ ഒരു 8 ബിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോവർ ഓർഡർ 8 ബിറ്റും ഹയർ ഓർഡർ 8 ബിറ്റും തമ്മിൽ ഇതിപ്പോൾ എ എന്ന് പറഞ്ഞൊരു നമ്പറാണെന്ന് ഇരിക്കുക. എ എന്ന് പറഞ്ഞാൽ എ ഇസ് എ 16 ബിറ്റ് നമ്പർ ആൻഡ് ദിസ് ഇസ് ബി എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് നമ്പർ. രണ്ടും 16 ബിറ്റ് നമ്പറാണ്. അപ്പോൾ എയുടെയും ബിയുടെയും ലോവർ ഓർഡർ 8 ബിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതിനകത്ത് ക്യാരി ഉണ്ടെങ്കിൽ ഹയർ ഓർഡർ 8 ബിറ്റിനകത്തേക്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ 1 1 ഇവിടെ 0 ദാറ്റ് ജനറേറ്റ് എ ക്യാരി ഹിയർ. അപ്പോൾ അഗെയിൻ 1 1 ആഡ് ചെയ്യുന്നു, 1 ഇവിടെ വരും, 0 ഇവിടെ വരും, അഗെയിൻ ക്യാരി ജനറേറ്റ് ചെയ്യും, അഗെയിൻ 1 1 ആഡ് ചെയ്യുന്നു, ഇവിടെ 0 വരുന്നു, ക്യാരി ജനറേറ്റ് ചെയ്യുന്നു, 1 1 വന്നു, ഇവിടെ എന്തായിരിക്കും 0 0 ആഡ് ചെയ്യുന്നു, ക്യാരി കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 0 0 വന്നു. 7ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8. ഓക്കെ, ഇനി അടുത്ത 1 1 തമ്മിൽ ആഡ് ചെയ്യുന്നു, 0 ക്യാരി ജനറേറ്റ് ചെയ്യുന്നു, 1 അഗെയിൻ 1 1 ആഡ് ചെയ്യുന്നു, 1 1 1 ആഡ് ചെയ്യുന്നു. അപ്പം 3 1 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും. അഗെയിൻ ക്യാരി ഇവിടെ എന്തായിരിക്കും 1 ആയിരിക്കും. 1 0 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും 1 ആയിരിക്കും. ക്യാരി 0 ആണ്. അഗെയിൻ 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0, ഇവിടെ എന്തായിരിക്കും ക്യാരി ആയിരിക്കും. ഇപ്പോൾ ലോവർ ഓർഡർ 8 ബിറ്റിനകത്ത് നിന്ന് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുന്നു, അതെങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ഹയർ ഓർഡർ 8 ബിറ്റിനകത്തേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഇപ്പോൾ 2 ലോവർ ഓർഡർ എയുടെയും ബിയുടെയും ലോവർ ഓർഡർ 8 ബിറ്റ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു.
എന്നിട്ട് അതിനകത്ത് ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഹയർ ഓർഡർ 8 ബിറ്റിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഹയർ ഓർഡർ 8 ബിറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ AB1100. അപ്പോൾ ഈ നമ്പറിനകത്ത് 11 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ല. 110 അല്ലേ, ഇവിടെ 11 ആണ്. ഇവിടെ 11 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, 0. ഇവിടെ അഗെയിൻ ക്യാരി 11 ആഡ് ചെയ്തപ്പോൾ 0. അഗെയിൻ 11 ആഡ് ചെയ്തപ്പം 0. അഗെയിൻ 11 ആഡ് ചെയ്തപ്പം 0. അഗെയിൻ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്തു. 111 എന്ന് പറഞ്ഞാൽ അവിടെ 1 ആയിരിക്കും. അഗെയിൻ ക്യാരി ജനറേറ്റ് ചെയ്തു. 111 എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇവിടെ 1 ആയി. സോറി, ഇവിടെ 1 ആയി. ക്യാരി ജനറേറ്റ് ചെയ്തു. 1 ആണ്. എന്നിട്ട് ഇവിടെ 1 ആണ്. ഇതായിരിക്കും നമ്മളെ റിസൾട്ട് തന്നെ. അപ്പം റിസൾട്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ലോവർ ഓർഡർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ട, ക്യാരി കൺസിഡർ ചെയ്യേണ്ട. ക്യാരി കൺസിഡർ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഹയർ ഓർഡർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ലോവർ ഓർഡറിനകത്ത് ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജനറേറ്റ് ചെയ്ത ക്യാരിയും പ്ലസ് ഹയർ ഓർഡർ വാല്യൂസും തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്ത വാല്യൂ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് തരണം അല്ലേ. ഇത് ലോവർ ഓർഡർ, ഇത് ഹയർ ഓർഡർ 8 ബിറ്റ്. അപ്പം എയും ബി എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് നമ്പറിൻ്റെ എയുടെയും ബിയുടെയും ലോവർ ഓർഡർ 8 ബിറ്റ് തമ്മിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇഫ് എ ക്യാരി ഈസ് ജനറേറ്റഡ് ദെൻ ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ദി ഹയർ ഓർഡർ 8 ബിറ്റ്. അപ്പോൾ ആ ഹയർ ഓർഡർ 8 ബിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ ക്യാരിയും കൂടെ ജനറേറ്റ് ചെയ്യണം. അതായിരിക്കും നമ്മളെന്ത് ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനകത്ത് നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല, ആഡ് എന്നൊരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആഡ് എന്ത് മാത്രമേ ചെയ്യുള്ളൂ, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റും അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്യുള്ളൂ. ADI എന്ന് പറഞ്ഞാണെങ്കിലോ എന്ത് പറ്റില്ല, ADI എന്ന് പറഞ്ഞ സാധനം എന്താ ചെയ്യുക, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇമീഡിയറ്റ് 8 ബിറ്റ് വാല്യൂവും അക്യുമുലേറ്റർ തമ്മിൽ ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യില്ല, ക്യാരി ആഡ് ചെയ്യില്ല. പക്ഷേ നമുക്കൊരു 16 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത്, 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലോവർ ഓർഡർ 8 ബിറ്റ് ആദ്യം ആഡ് ചെയ്യും, ദെൻ ഹയർ ഓർഡർ 8 ബിറ്റ് നെക്സ്റ്റ് ആഡ് ചെയ്യും. ഹയർ ഓർഡർ 8 ബിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത്, ലോവർ ഓർഡർ 8 ബിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം, ഹയർ ഓർഡറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻസ് വി നീഡ് another instructions which is called ADC. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യാം, ADC എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ റൈറ്റ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ആഡ് 2 8-bit നമ്പേഴ്സ് സ്റ്റോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ടില്ലേ, അതേപോലെ നമുക്കൊരു 16-bit നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാം. റൈറ്റ് ആൻഡ് അസംബ്ലി, ഞാൻ ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. റൈറ്റ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. ഇതിൻ്റെ ഷോർട്ട് ഫോം ഇങ്ങനെയൊന്നും എഴുതിയേക്കരുത്, ഞാൻ എഴുതാൻ വയ്യായിട്ട് എഴുതുന്നതേ ഉള്ളൂ. റൈറ്റ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ഫൈൻഡ് the sum of 2 16-bit numbers stored in 3000 onwards. Result should be stored in 3500 and 3501. അപ്പം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം.
നമ്പേഴ്സ് എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കാം. ഇത് മെമ്മറി ആണെന്ന് ആയിരിക്കും. $3,000 $3,001 $3,002 3500 റിസൾട്ട് സ്റ്റോർ ചെയ്യാം. 3500 3501 നമ്പേഴ്സ് സ്റ്റോർ ചെയ്ത് ഇവിടെ ഫസ്റ്റ് നമ്പറിൻ്റെ ലോവർ ഓർഡർ 8 ബിറ്റ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ എന്തായിരിക്കും? ഇപ്പം എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ലോവർ ഓർഡർ 8 ബിറ്റ്. ഫസ്റ്റ് നമ്പറിൻ്റെ ലോവർ ഓർഡർ, ഫസ്റ്റ് നമ്പറിൻ്റെ ഹയർ ഓർഡർ, അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് 16 ബിറ്റായി. ഇത് സെക്കൻഡ് നമ്പറിൻ്റെ ലോവർ ഓർഡർ ഈ ഫാഷനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. സെക്കൻഡ് നമ്പറിൻ്റെ ഹയർ ഓർഡർ. അപ്പം നമുക്കെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്പറിൻ്റെ ലോവർ ഓർഡറും സെക്കൻഡ് നമ്പറിൻ്റെ ലോവർ ഓർഡറും നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുക? 3500 സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരിയും സെക്കൻഡ് ഓർഡറിൻ്റെ ഹയർ ഓർഡറും ഫസ്റ്റ് നമ്പറിൻ്റെ ഹയർ ഓർഡറും സെക്കൻഡ് നമ്പറിൻ്റെ ഹയർ ഓർഡറും തമ്മിൽ ആഡ് ചെയ്യുക. നേരത്തെ ക്യാരി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 3501 സ്റ്റോർ ചെയ്യുക. ഇതാണ് ആക്ച്വലി നമ്മളെ പരിപാടി എന്നറിയാം. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതാൻ നോക്കാം. address, mnemonics, explore. അത് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് 2000-ലാണെന്നായിരിക്കും. 2000-ൽ പ്രോഗ്രാം എഴുതാം. നമുക്ക് ഇതിൽ തന്നെ എഴുതിയാലോ.
2000 ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എയിം എന്താണ്? ഫസ്റ്റ് നമ്പറിൻ്റെ ലോവർ ഓർഡറും സെക്കൻഡ് നമ്പറിൻ്റെ ലോവർ ഓർഡറും തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ 3000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനകത്ത് നിന്ന് ആദ്യത്തെ നമ്പർ അങ്ങോട്ടേക്ക് എടുക്കണം, ഒരു രജിസ്റ്ററിനകത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരു അക്യുമുലേറ്ററിനകത്തേക്ക് എടുക്കണം. എന്നിട്ട് ഇത് വേറെ രജിസ്റ്ററിനകത്തേക്കോ അല്ലെങ്കിൽ അക്യുമുലേറ്ററിനകത്തേക്കോ എടുക്കണം. അത് തമ്മിൽ ആഡ് ചെയ്യണം. എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്യണം, ഇതിനകത്ത് സ്റ്റോർ ചെയ്യണം, 3500 സ്റ്റോർ ചെയ്യണം. പിന്നെ സെക്കൻഡ് നമ്പറിൻ്റെയും പിന്നെ ഹയർ ഓർഡറും സെക്കൻഡ് നമ്പറിൻ്റെ ഫസ്റ്റ് നമ്പറിൻ്റെ ഹയർ ഓർഡറും തമ്മിൽ ആഡ് ചെയ്യുക. നേരത്തെ ക്യാരി ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. 3500 എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. ഇവിടെ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് 3000 നമ്പർ അക്യുമുലേറ്ററിനകത്തേക്ക് എടുക്കാൻ എന്താ ചെയ്യുക? ഏത് ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ച ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. LDA 3000. അപ്പം 3000 എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. LDA എന്ന് പറഞ്ഞാൽ 3A ആണെന്ന് തോന്നുന്നു. 3A 00 30 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. അടുത്ത 20. ഇത് 20 എവിടെയാവുക? ഫസ്റ്റ് ബൈറ്റിൽ ഏതാ ഉണ്ടാവുക? 3A. സെക്കൻഡ് ബൈറ്റിൽ 00. ഫസ്റ്റ് 2000 3A, 2001 00, 2002 30. അപ്പം 2003 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. 2003 അതിനകത്ത് എന്താ? അപ്പം ഫസ്റ്റ് നമ്പർ ഇപ്പോൾ എവിടെ? അക്യുമുലേറ്ററിനകത്തായി. ഈ സെക്കൻഡ് നമ്പർ എടുക്കുമ്പം ഫസ്റ്റ് നമ്പർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇപ്പോഴുള്ള വാല്യൂ അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു സേഫ് പ്ലേസിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് മൂവ് എന്ത് ചെയ്താൽ മതി? B, A ചെയ്താൽ മതി. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ അങ്ങോട്ടേക്ക് സേഫാക്കി സ്റ്റോർ ചെയ്തു. അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, B രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. അതിൻ്റെ ഹെക്സ് കോഡ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നിങ്ങൾ നോക്കുക ചെയ്യാനായിട്ട്. അത് എത്ര ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്? സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. അതുകൊണ്ട് അടുത്ത വാല്യൂ 2004 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് നമ്പറിൻ്റെ ലോവർ ഓർഡർ എന്ത് ചെയ്യണം? അക്യുമുലേറ്ററിനകത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ എന്ത് ചെയ്താൽ മതി? LDA 3001 നിർത്താം. A 0 ഇതിനകത്ത് ഇറക്കണ്ടേ? സെക്കൻഡ് നമ്പർ എവിടെയുള്ളത്? 01 അല്ല, 02 അല്ലേ? 02 30. സെക്കൻഡ് നമ്പർ എടുത്തു അല്ലേ? 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. സോ അഡ്രസ് എന്തായി മാറും? 2007 ആയി മാറും. ഇനി ഈ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യുക അല്ലേ? ആഡ് B ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ഏതാണ്? 3002 ആണ്. അതും ഇത് തമ്മിൽ ആഡ് ചെയ്യും. നേരത്തെ 3000 വാല്യൂ എവിടെയാണോ അതിപ്പം B രജിസ്റ്ററിലുണ്ട്. ആ രജിസ്റ്റർ തമ്മിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ആഡ് B ചെയ്താൽ മതി. ആഡ് B ചെയ്ത് കഴിഞ്ഞാൽ B രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 3000 വാല്യൂ, Aയിൽ 2001 വാല്യൂ, 2002 വാല്യൂ, ആ രണ്ട് വാല്യൂ തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. ഹലോ, ആ ഞാനിപ്പോൾ പറയാം, ഞാൻ അങ്ങോട്ടേക്ക് വന്നുതരാം. അപ്പം ആഡ് B എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അക്യുമുലേറ്ററിൻ്റെ വാല്യൂയും B രജിസ്റ്ററിലെ വാല്യൂയും തമ്മിൽ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. റിസൾട്ട് അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നു, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ റിസൾട്ട് ഇപ്പോഴുള്ള അക്യുമുലേറ്ററിനകത്തുള്ള റിസൾട്ട് അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം. നമുക്ക് 3500 സ്റ്റോർ ചെയ്യണം അല്ലേ? 208 ഇതൊരു സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. ഇതിൻ്റെ ഹെക്സ് കോഡ് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, നിങ്ങളത് നോക്കിയിട്ട് ചെയ്യണം, ഓർമ്മ വരാത്തതുകൊണ്ടാണ്. ഇത് STA
3500. ST എന്ന് പറഞ്ഞാൽ 32 320035. അപ്പം ലോവർ ഓർഡർ 8 ബിറ്റ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കഴിഞ്ഞു. അത് അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, 3500ലേക്ക് സ്റ്റോർ ചെയ്തു അല്ലേ. 3500ലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ആ നമ്പർ നമ്മൾ സേഫ് ആക്കി ഇട്ടിട്ട് എന്ത് ചെയ്തു, 3500നകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ എന്ത് ചെയ്യണം, ഹയർ ഓർഡർ 8 ബിറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ അഗെയിൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഇതും 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. സോ 200A ആയിരിക്കും അടുത്ത അഡ്രസ്സ് ഉണ്ടാവുക അല്ലേ. 08 കഴിഞ്ഞ് കഴിഞ്ഞാൽ 09 0A 0B. 08ൽ 32 സ്റ്റോർ ചെയ്യും. 9ൽ ഏത് സ്റ്റോർ ചെയ്യും, 00 സ്റ്റോർ ചെയ്യും. 0Aയിൽ ഏത് സ്റ്റോർ ചെയ്യും, 35 സ്റ്റോർ ചെയ്യും. സോ 00B ആയിരിക്കും അടുത്തത്. അടുത്തപ്പോൾ തന്നെ LDA. ഇനി ഏതെടുക്കേണ്ടത്, 3001. 3A 01 30. 200 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. B കഴിഞ്ഞ് കഴിഞ്ഞാൽ BCD. അടുത്തത് ഇയിലേക്കായിരിക്കും. എന്ത് ചെയ്യണം, മൂവ് B, B, A ചെയ്തു. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, B രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. അഗെയിൻ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. 200F ആയിരിക്കും അടുത്തത്. സെക്കൻഡ് നമ്പറിൻ്റെ ഹയർ ഓർഡർ ബൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്യുമുലേറ്ററിനകത്തേക്ക് കൊണ്ടുവരുന്നു. LDA അതെവിടെ ഉണ്ടാവുക, 3003. അതിൻ്റെ ഹെക്സ് കോഡ് 3A 0330. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത 3 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 201 0F കഴിഞ്ഞാൽ ഏതാ, 10 11 12 അല്ലേ. 0Fൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ബൈറ്റ് 0Fലായിരിക്കും, അടുത്ത 10ലായിരിക്കും, 11ലായിരിക്കും. അപ്പോൾ ഇവിടെ 12 ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആഡ് B എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, B രജിസ്റ്ററും അതായത് 2 ഹയർ ഓർഡർ വാല്യൂസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആഡ് ചെയ്യുള്ളൂ. അത് ക്യാരിയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. ADC യൂസ് ചെയ്യണം. ഇവിടെ ADC B register. So the content of accumulator B register and carry flag will be added together and result is stored in accumulator itself. ADCയുടെ കോഡും എനിക്കറിയില്ല. anyway it's a single byte instruction. 2013 ആയിരിക്കും അടുത്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ട് എവിടെ ഉണ്ടാകും, അക്യുമുലേറ്ററിൽ ഉണ്ടാകും. ആ അക്യുമുലേറ്ററിൽ റിസൾട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യണം. STA 3501 3201 35. ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും, 2016നകത്ത് HLT ആയിരിക്കും കേട്ടോ. HLT ഹോൾട്ട്. അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. എൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാലും ഭയങ്കര സിമ്പിളായിരിക്കും. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ഹലോ
Then സോ ഇതാണ് ഇപ്പോൾ എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. എൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. ഫ്ലോ ചാർട്ട് വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് അതൊരു ഫ്ലോ ചാർട്ട് എപ്പോഴും അങ്ങനെയല്ലേ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് വരയ്ക്കുക. സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് എന്താ, പിന്നെ റീഡ് ലോവർ ഓർഡർ 8-bit നമ്പർ. നെക്സ്റ്റ് read lower order 8-bit number. പിന്നെ അടുത്തത് read again ഇത് നീറ്റായിട്ട് വരച്ചുതരാം. സ്റ്റെപ്സ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ എഴുതാൻ എളുപ്പം. read lower order 8-bit number. എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. 8-bit number. അല്ലെങ്കിൽ റീഡ് FL എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. read lower order 8-bit number. ഫസ്റ്റ് നമ്പറിൻ്റെ lower order 8-bit, lower order FL, read FL. FL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഓർഡർ, ഇത് ഒരു സ്റ്റാൻഡേർഡ് കോഡൊന്നുമല്ല കേട്ടോ, ഞാനിവിടെ സ്പെസിഫൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ലോവർ ഓർഡർ 8-bit നമ്പർ ഓഫ് ഫസ്റ്റ് നമ്പർ, അത് ഫസ്റ്റ് നമ്പറിൻ്റെ ലോവർ ഓർഡർ 8-bit നമ്പർ. ദെൻ റീഡ് സെക്കൻഡ് നമ്പറിൻ്റെ ലോവർ ഓർഡർ 8-bit number of number. Then add FL and SL. Store 3500. Store it. സ്റ്റോർ മെമ്മറി ലൊക്കേഷൻ, അല്ലെങ്കിൽ MEM1 എന്നൊക്കെ എഴുതിയാൽ മതി. മെമ്മറി ലൊക്കേഷൻ 1. അതിൻ്റെ അപ്പോൾ തന്നെ റീഡ് എന്താണ് FH. നെക്സ്റ്റ് റീഡ് SH എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പറിൻ്റെ ഹയർ ഓർഡർ. Then add FH, SH, carry, and store at MEM2. Stop. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ടല്ല, അൽഗോരിതം. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, സ്റ്റാൻഡേർഡ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അതെന്തായി മാറും, ഫ്ലോ ചാർട്ടായിട്ട് മാറും. ഇതതിൻ്റെ അൽഗോരിതം, ഈ പ്രോഗ്രാമിൻ്റെ അൽഗോരിതം. ആക്ച്വലി അൽഗോരിതമോ ഫ്ലോ ചാർട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, പ്രോഗ്രാം യൂസ് ചെയ്യാൻ പാടുള്ളൂ, പ്രോഗ്രാം എഴുതാൻ പാടുള്ളൂ. അപ്പം ഇത് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു 8-bit നമ്പർ 2 16-bit നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇൻ സെയിം വേ അപ്പോൾ ഇതാണ് ADCയുടെ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ ഡിഫറൻസും ADC എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ്റെ ഡിഫറൻസും നിങ്ങൾ മനസ്സിലാക്കണം. ആഡ് എന്ന് പറഞ്ഞാൽ ആഡ് ബി എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ പ്ലസ് ബി രജിസ്റ്റർ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഇത് അക്യുമുലേറ്റർ പ്ലസ് ബി രജിസ്റ്റർ പ്ലസ് എന്ത് കൂടെ ആഡ് ചെയ്യും, ക്യാരി ഫ്ലാഗ് കൂടെ ആഡ് ചെയ്യും. ഓക്കെ,
നെക്സ്റ്റ് ACI. ACI എന്ന് പറഞ്ഞാൽ ആഡ് ഇമീഡിയറ്റ് ടു അക്യുമുലേറ്റർ വിത്ത് ക്യാരി. നമ്മൾ ആഡ് വിത്ത് ക്യാരി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ആഡ് ഇമീഡിയറ്റ് വിത്ത് ക്യാരി എന്ന് പറഞ്ഞ സാധനമാണ് ആക്ച്വലി എന്ത് അക്യുമുലേറ്റർ ACI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. ACI എന്താ ചെയ്യുന്നത്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും 8-bit immediate value specified in the instruction is added with carry and result is stored in accumulator. So എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് ACI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന 8-bit വാല്യൂ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ക്യാരി ഫ്ലാഗും തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഡിസ്ക്രിപ്ഷൻ 8-bit data and the carry flag are added to the content of accumulator and the result is stored in accumulator itself. All the flags are modified to reflect the result of the addition. All flags will be modified. Assuming that accumulator contains 26. Suppose accumulator is 26 and the value 26 hex value and the previous operation has set the carry flag. Carry flag in the operation carry flag set. That means carry flag is 1 and added a byte with 57H to the accumulator. So instruction ACI 57 is accumulator 26. 26 is 2. 2. 6 is 0110. This is 6. Accumulator value. Then 57. This is 5 and this is 7. And you could add carry flag. Set carry flag. And the 0 1 1. 1 1 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും, ഇങ്ങോട്ടേക്ക് ക്യാരി ജനറേറ്റ് ചെയ്യും. 3 1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ 1 വരും, ക്യാരി ജനറേറ്റ് ചെയ്യും. അഗൈൻ ഇവിടെ 3 1 വരും, ക്യാരി ജനറേറ്റ് ചെയ്യും. ആ ക്യാരിയും ഈ 0 0 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും വരും. 0 1 വന്നു കഴിഞ്ഞാൽ 1, അഗൈൻ 0 1 1 0 1 1 ആൻഡ് ഫൈനലി 0 0 0. റിസൾട്ട് ഇസ് 0 1 1 1 1 1 1 0. എന്തൊക്കെയാണ് സൈൻ ഫ്ലാഗ് എന്തുകൊണ്ട് 0 ആകുന്നു? സൈൻ ഫ്ലാഗ് 0 ആകുന്നതിൻ്റെ കാരണം എന്താ? MSB ബിറ്റ് 0 ആയതുകൊണ്ട്. 0 ഫ്ലാഗ് 0 ആകുന്നതിൻ്റെ കാരണം എന്താ? റിസൾട്ട് 0 അല്ല, നോൺ 0 ആയതുകൊണ്ട് 0 ഫ്ലാഗ് 0 ആയിരിക്കും. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്താണ്? 0 ആണ്. കാരണം എവിടെ നിന്ന് അങ്ങോട്ടേക്ക് തേർഡിൽ നിന്ന് ഒരു ഫോർത്തിലേക്ക് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ പാരിറ്റി 1 ആണ്. കാരണം എത്ര നമ്പർ ഓഫ് വൺസ് ആണുള്ളത്? ഈവൻ നമ്പർ ഓഫ് വൺസ് ആണുള്ളത്. 6 വൺസ് ഉണ്ട്, അതുകൊണ്ട് പാരിറ്റി ഈസ് ഈക്വൽ ടു 1. And this arithmetic operation will not produce any carry. അതുകൊണ്ട് ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ACI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസിൻ്റെ 3-4 ഫോമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ add എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, add and ADC is ADI. ഓക്കെ, ADI ആയിരുന്നു പഠിച്ചത്. ADI, then ADC and finally ACI. 4 അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷനാണ് പഠിച്ചത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്? അക്യുമുലേറ്ററോ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററോ മെമ്മറിയുടെ കണ്ടൻറ്റോ അക്യുമുലേറ്ററിൻ്റെ കൂടെ ആഡ് ചെയ്യും, റിസൾട്ട് അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ADI ആണെന്നുണ്ടെങ്കിലോ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇമീഡിയറ്റ് വാല്യൂ അക്യുമുലേറ്റർ തമ്മിൽ ആഡ് ചെയ്യും, റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഈ 2 ഇൻസ്ട്രക്ഷനാണ് നമ്മൾ എന്ത് ഹാൻഡിൽ ചെയ്യുന്നത്? ക്യാരിയും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലോ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററോ മെമ്മറിയുടെ കണ്ടൻറ്റോ അക്യുമുലേറ്ററിൻ്റെ കൂടെയും ക്യാരി ഫ്ലാഗിൻ്റെ കൂടെയും ആഡ് ചെയ്തിട്ട് റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണെങ്കിലോ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇമീഡിയറ്റ് വാല്യൂ അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റും ക്യാരി ഫ്ലാഗും തമ്മിൽ ആഡ് ചെയ്യും, എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത്രയും 4 ഇൻസ്ട്രക്ഷൻസിനാണ് അഡീഷനകത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇൻ സെയിം വേ വി ആർ യൂസിങ് 4 സബ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻസ്. ഇതേപോലെ തന്നെ അക്യുമുലേറ്ററിൻ്റെ വാല്യൂക്കകത്ത് നിന്ന് എന്ത് ചെയ്യും? ഒരു രജിസ്റ്റർ മെമ്മറിയും സബ്ട്രാക്ട് ചെയ്യും. അക്യുമുലേറ്ററിൻ്റെ വാല്യൂക്കകത്ത് നിന്ന് ഒരു ഇമീഡിയറ്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അക്യുമുലേറ്ററിൻ്റെ വാല്യൂക്കകത്ത് നിന്ന് ഒരു രജിസ്റ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മെമ്മറിയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യും. അതിൻ്റെ കൂടെ എന്തും കൂടെ സബ്ട്രാക്ട് ചെയ്യും?
ബോറോ, ഇവിടെ നമ്മൾ ക്യാരി എന്നല്ല പറയാം, ബോറോ സബ്ട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ അക്യുമുലേറ്ററിൻ്റെ വാല്യൂയും ഒരു ഇമ്മീഡിയറ്റ് വാല്യൂയും സബ്ട്രാക്ട് ചെയ്യും. അതിനകത്ത് എന്തും കൂടെ സബ്ട്രാക്ട് ചെയ്യും, അഗെയിൻ ബോറോ ഫ്ലാഗ് കൂടെ സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ സബ്ട്രാക്ഷനും എന്തുണ്ട്, നമുക്ക് 4 വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് സബ് ഇൻസ്ട്രക്ഷൻസ്. സബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ, സബ്ട്രാക്ട് register or memory from accumulator. That means the content of register or memory specified in the instruction is subtracted from accumulator and result is stored in accumulator itself. accumulator എന്ത് സബ്ട്രാക്ട് ചെയ്യും, accumulator എന്താ സ്റ്റോർ ചെയ്യുക, accumulator മൈനസ് register or memory അല്ലേ, register or memory specified in the instruction. അപ്പം ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന രജിസ്റ്ററോ മെമ്മറിയോ ഏതിനകത്ത് സബ്ട്രാക്ട് ചെയ്യും, അക്യുമുലേറ്ററിനകത്ത് സബ്ട്രാക്ട് ചെയ്യും, അത് എവിടെ സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്യും. ഇതാണ് ആക്ച്വലി സബ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത്. എല്ലാ ഫ്ലാഗിനെ എഫക്റ്റ് ചെയ്യും. നേരത്തെ പോലെ തന്നെ ഒരു ഡിഫറൻസും ഇല്ല, സബ്ട്രാക്ഷനാണ് പെർഫോം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നേരത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അക്യുമുലേറ്ററിനും രജിസ്റ്ററും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചാണെങ്കിലും നമുക്ക് ഡിഫറൻസ് ഇല്ല. അതായത് ഏത് വാല്യൂ A+B എന്ന് പറഞ്ഞ സാധനം എന്താണ്, B+A ആണ്. അതുകൊണ്ട് ഇവിടെ പക്ഷേ അങ്ങനെയല്ല, A-B എന്ന് പറഞ്ഞ സാധനം എന്തല്ല, B-A അല്ല. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആവണം, ഏത് നമ്പർ ഏതിനകത്ത് സബ്ട്രാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഫിക്സ് ചെയ്യാൻ. അതായത് സബ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എയ്ക്കകത്ത് ബി ആണ് സബ്ട്രാക്ട് ചെയ്യുക. സബ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എയ്ക്കകത്ത് സിയെ സബ്ട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന രജിസ്റ്റർ ഏതിനകത്തിനെ സബ്ട്രാക്ട് ചെയ്യുള്ളൂ, അക്യുമുലേറ്ററിനെ സബ്ട്രാക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യേണ്ട വാല്യൂ എപ്പോഴും നമ്മൾ രജിസ്റ്ററിനകത്തേക്ക് കീപ്പ് ചെയ്യുക. ഏതിനകത്താണോ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ അക്യുമുലേറ്ററിനകത്തേക്ക് കീപ്പ് ചെയ്യുക. അത് മറന്നു വരുന്നത്. ഇപ്പോൾ സബ്ട്രാക്ട് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആക്ച്വലി അതാ ചെയ്യുന്നത്. ഇനി SUI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലോ നമ്മളെ ADI പോലെ തന്നെ സെയിം ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ്സ് സബ്ട്രാക്റ്റഡ് the 8-bit immediate value specified in the instruction is subtracted from accumulator. അക്യുമുലേറ്ററിനകത്ത് നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യും, ഫോർ എക്സാമ്പിൾ SUI 37 ഇങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുള്ളൂ. SUI 37 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, SUI 37 എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിനകത്ത് നിന്ന് 37 സബ്ട്രാക്ട് ചെയ്യും, റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഫ്ലാഗിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം SUI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്, അക്യുമുലേറ്ററിനകത്ത് ഒരു ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഇമീഡിയറ്റ് വാല്യൂ എന്ത് ചെയ്യും, 8-bit ഇമീഡിയറ്റ് വാല്യൂ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, എവിടെ സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യും. ഹെക്സ് കോഡ് D6 എന്നാണ്, അന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി SBB എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. SBB എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്, സബ്ട്രാക്ട് ബോറോ എന്നാണ് ആക്ച്വലി അതിൻ്റെ പേര്, സബ്ട്രാക്ട് ബോറോ. അപ്പം ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററോ അല്ലെങ്കിൽ മെമ്മറിയുടെ കണ്ടൻറ്റോ അക്യുമുലേറ്ററിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും, അതിനകത്ത് നിന്ന് എന്തും സബ്ട്രാക്ട് ചെയ്യും. ബോറോ ഫ്ലാഗ് ഉണ്ടെങ്കിൽ ബോറോയും കൂടെ സബ്ട്രാക്ട് ചെയ്യും. അപ്പം അക്യുമുലേറ്റർ ഈക്വൽ ടു അക്യുമുലേറ്റർ മൈനസ് രജിസ്റ്റർ ഓർ മെമ്മറി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ മൈനസ് ബോറോ ഫ്ലാഗ്. ബോറോ ഫ്ലാഗ് മീൻസ് ആക്ച്വലി ക്യാരി തന്നെയാണ്, പക്ഷെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്താ പറയുക, ബോറോ എന്നാണ് പറയുക. ഓക്കെ, ഇപ്പോൾ SBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്ട് വിത്ത് ബോറോ. ഇനി SBI എന്ന് പറയുകയാണെങ്കിലോ സബ്ട്രാക്ട് ഇമീഡിയറ്റ് വിത്ത് ബോറോ. ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇമീഡിയറ്റ് വാല്യൂ ഏതാണോ ആ ഇമീഡിയറ്റ് വാല്യൂ അക്യുമുലേറ്ററിനകത്ത് നിന്ന് എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, പ്ലസ് എന്തും കൂടെ സബ്ട്രാക്ട് ചെയ്യും, ബോറോ ഫ്ലാഗ് കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ രണ്ട് സാധനങ്ങളാണ് നമ്മൾ അക്യുമുലേറ്ററിൽ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഒന്ന് ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇമീഡിയറ്റ് വാല്യൂ, പിന്നെ ബോറോ ഉണ്ടെങ്കിൽ ബോറോ ഫ്ലാഗ് നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ, SUB എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, അത് വെറും ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററോ മെമ്മറിയോ സബ്ട്രാക്ട് ചെയ്യും അക്യുമുലേറ്ററിനകത്ത് നിന്ന്. പിന്നെ SUI എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് വാല്യൂ, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇമീഡിയറ്റ് വാല്യൂ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ദെൻ SBB എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് വിത്ത് ബോറോ എന്നാണ്, അതെന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ നിന്ന്
അക്യുമുലേറ്ററിനകത്ത് അല്ല ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന രജിസ്റ്ററോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനോ ഇതിനകത്ത് സബ്ട്രാക്ട് ചെയ്യും, അക്യുമുലേറ്ററിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും, എഗെയിൻ അതിനകത്ത് നിന്ന് ബോറോ ഉണ്ടെങ്കിൽ ബോറോയും എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. ഇനി SUI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അതെന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇമീഡിയറ്റ് വാല്യൂ അക്യുമുലേറ്ററിൽ നിന്ന് എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. എന്തും കൂടെ സബ്ട്രാക്ട് ചെയ്യും, എൻ്റെ കൂടെ ബോറോ കൂടെ സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് 2 അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. 2 അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോഗ്രാം എഴുതിക്കോളൂ. നിങ്ങൾ എഴുതിയെടുക്കില്ല നിങ്ങൾ, ഞാനിങ്ങനെ ഇതിനകത്ത് എഴുതേണ്ട കാര്യമില്ലല്ലോ. റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു സബ്ട്രാക്ട് 2 8-bit numbers stored in 3000 and 3001. Result should be stored in 3750. Other question. Second question. Write an assembly language program to subtract 2 16-bit numbers stored in 3000 onwards. Stored in 3000 onwards. Result should be stored in 3750. ഓക്കെ, ഇത് 2 അസൈൻമെൻ്റാണ്, അസൈൻമെൻ്റ് അല്ല 2 ഹോംവർക്കാണ്. അത് നെക്സ്റ്റ് നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.